കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ ഹരേ. ജഗന്നാഥ് ബലദേവ് സുഭദ്രാ മഹാറാണി കി, ശ്രീല പ്രഭുപാദ് കി. ഹരേ കൃഷ്ണ. എല്ലാ കുട്ടി ഭക്തർക്കും എൻ്റെ പ്രണാമം. കുറേ മാസമായി ഈ പ്രദേശത്തൊക്കെ വന്നിട്ട്. അപ്പോൾ എനിക്ക് ഒരു ചെറിയ രാമാനുജാചാര്യരെ കുറിച്ച് ഒരു സന്ദേശം റെക്കോർഡ് ചെയ്യേണ്ടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ സത്സംഗത്തിനെ അതിനു വേണ്ടി ഉപയോഗിക്കുന്നു. എന്നാൽ ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായത്തിൽ ദീക്ഷയെടുത്ത പരിശീലിക്കുന്ന നമുക്കെല്ലാവർക്കും ബാധകമായതും എന്നാൽ ആത്മീക ജീവിതത്തിൽ നമ്മളെ ഉയർത്താൻ സഹായിക്കുന്നതും ആണ്. രാമാനുജാചാര്യർക്ക് ഒരു ദീക്ഷാഗുരുവും 5 പ്രധാനപ്പെട്ട ശിക്ഷാഗുരുക്കന്മാരും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ നമ്മളും ഏകദേശം ആ ഒരു രീതിയാണ് പരിശീലിക്കുന്നത്. എല്ലാവർക്കും ഒരു ദീക്ഷാഗുരുവും എന്നാൽ ഒരുപാട് ശിക്ഷാഗുരുക്കന്മാരും ഉണ്ട്. ഒരു ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം ഗുരുവിൻ്റെ നിർദ്ദേശങ്ങൾ എത്ര ആഴത്തിൽ അയാൾ മനസ്സിൽ ഉൾക്കൊള്ളുന്നു, ആ ഗുരുവിൻ്റെ നിർദ്ദേശത്തിന് തന്നെ നിരന്തരം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നു, അതനുസരിച്ച് അദ്ദേഹം ആധ്യാത്മിക ജീവിതത്തിൽ ഇങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കും. ഗുരു ചില സമയം ഭക്തന്മാർക്ക് ഒരു പ്രത്യേക നിർദ്ദേശങ്ങൾ തരാറുണ്ട്, അല്ലെങ്കിൽ ശിഷ്യഗണങ്ങൾക്ക് പൊതുവിൽ ഒരു നിർദ്ദേശം തരാറുണ്ട്. പ്രത്യേകിച്ച് ഒരു ശിഷ്യൻ ഗുരുമുഖത്തിരുന്ന് ഒരു നിർദ്ദേശം ശിഷ്യന് കിട്ടിക്കഴിഞ്ഞാൽ അവൻ മഹാഭാഗ്യവാനാണ്. ഉദാഹരണം, ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ പ്രഭുപാദർക്ക് നിർദ്ദേശം കൊടുത്തു, നീ വന്ന് വിദേശ രാജ്യങ്ങളിൽ ചെന്ന് വിദേശ ഭാഷ പഠിച്ച് അതിൽ പ്രചരിപ്പിക്കണം. രണ്ടാമത്തത് ഒന്ന്, പുസ്തകങ്ങൾ രചിച്ച് അച്ചടിച്ച് പ്രചരിപ്പിക്കണം. ഈ 2 നിർദ്ദേശം ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ പ്രഭുപാദർക്ക് കൊടുത്തു. പ്രഭുപാദർ ആ നിർദ്ദേശം തൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ ദിവസം വരെയും അതിനെ പാലിക്കുന്നുണ്ടായിരുന്നു. ഒരു ദീക്ഷയെടുത്ത്, കാരണം കോടാനുകോടി ജന്മങ്ങൾ കൊണ്ട് കിട്ടുന്ന ഭാഗ്യമാണ് ഒരു പരമ്പരയിൽ വരുന്ന ഒരു സദ്ഗുരുവിനെ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത്. ഇവിടെ ദീക്ഷയെടുത്തവർ എത്ര പേരുണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12 12.5 10-12 പേരുണ്ട്. എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞാൽ മാത്രമേ ഒരു വ്യക്തിക്ക് സദ്ഗുരുവിലിരുന്ന് ദീക്ഷ കിട്ടുകയുള്ളൂ. അതിലും ഗുരുക്കന്മാരിലും പല നിലവാരങ്ങളുണ്ട്. ഉയർന്ന 2 നിലവാരമുള്ള ഗുരുക്കന്മാരാണ് പരമഹംസ ഗുരുവും പരിവ്രജകാചാര്യ ഗുരുവും. ഇത് രണ്ടും ഉയർന്ന 2 നില. താഴെ ഉള്ള 2 നിലയിലുള്ള ഗുരുക്കന്മാരാണ് കുട്ടിച്ചാക്ക, ബഹുഡാക്ക എന്ന് വെച്ചാൽ അവർ ഗുരുക്കന്മാരാ, പക്ഷെ പൂർണ്ണമായ ശുദ്ധരായിട്ടില്ല.
രണ്ട് ഗുരുക്കന്മാർ വളരെ ശുദ്ധരും ഉയർന്ന നിലവാരത്തിലുള്ളവരും, പരമഹംസ പരിവ്രജകാചാര്യ. ഇങ്ങനത്തെ ഗുരുക്കന്മാരിലിരുന്ന് ഉപദേശം കിട്ടുക എന്ന് പറഞ്ഞാൽ അനേകം ജന്മങ്ങൾ ചെയ്ത ഭാഗ്യമാണ്. അങ്ങനെ മന്ത്രദീക്ഷ, നിർദ്ദേശം, ഹരിനാമ ദീക്ഷ എടുത്ത ഒരു ശിഷ്യൻ സാധാരണ ജനങ്ങളെ പോലെ അവൻ്റെ ജീവിതത്തിനെ കരുതരുത്. അവൻ്റെ കയ്യിൽ ഒരു താമര പുഷ്പം കിട്ടിയിരിക്കുകയാണ്. ആ താമര പുഷ്പത്തിൻ്റെ മധ്യേ ജീവിതത്തിൻ്റെ ഫലം ഒളിച്ചിരിക്കുന്നു, ജീവിത ലക്ഷ്യം ഒളിച്ചിരിക്കുന്നു. ഈ ശിഷ്യൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ കർമ്മം ഈ താമരപ്പൂവിൻ്റെ ഓരോ എതളുകളായിട്ട് തുറക്കുക. ഈ താമരപ്പൂവിൻ്റെ എതളുകൾ എപ്പോൾ തുറക്കും? അവന് ഗുരു തന്ന നിർദ്ദേശത്തിനെ നിരന്തരം ധ്യാനിച്ച് അതിനെ കരസ്ഥമാക്കുക, അതിനെ പ്രവൃത്തിയിൽ കൊണ്ടുവരിക. അത് നിരന്തരം വർഷങ്ങളെടുത്ത് ചെയ്യുമ്പോഴാണ് ആ പൂക്കൾ ക്രമേണ തുറക്കുന്നത്. അങ്ങനെ നമ്മുടെ കയ്യിൽ, എല്ലാവരുടെ കയ്യിലും ഒരു താമരപ്പൂ കിട്ടിയിട്ടുണ്ട്. ചിലർ ക്രമേണ ഓരോ എതളുകളും തുറക്കാൻ ശ്രമിക്കുന്നു. ചിലർ കിട്ടിയ ദിവസം അലമാറയിൽ പൂട്ടിയതാണ്, അതവിടെ ഉണങ്ങി കരിഞ്ഞ് ചുക്കി അവിടെ ഇരിപ്പുണ്ട്. ഇതുവരെ ഈ എതളുകൾ തുറന്നിട്ടില്ല. തുറന്നോ? അപ്പോൾ ഗുരു തന്ന നിർദ്ദേശം നിരന്തരം ധ്യാനിക്കുമ്പോൾ ഈ എതളുകൾ തുറക്കും. അപ്പം ഇന്ന് ഈ വിഷയം പറയാൻ കാരണം ആ ഒരു ഗുരു ശിഷ്യ ബന്ധം എത്ര അമൂല്യമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. രാമാനുജാചാര്യരുടെ ജീവിതമാണ് നമ്മളിവിടെ ഒരു അരമണിക്കൂർ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ രാമാനുജാചാര്യർക്ക് എത്ര ദീക്ഷാഗുരു, എത്ര ശിക്ഷാഗുരു? ഒരു ദീക്ഷാഗുരുവും 5 ശിക്ഷാഗുരു. അദ്ദേഹം ഗുരുക്കന്മാരുടെ തമ്മിൽ വ്യത്യാസം കണ്ടിട്ടില്ല. രാമാനുജാചാര്യർ തൻ്റെ ദീക്ഷാഗുരുവിനെ നേരിട്ട് കണ്ടിട്ടുമില്ല. ഒരു മഹാ അത്ഭുതമാണ്. രാമാനുജാചാര്യർ തൻ്റെ ദീക്ഷാഗുരുവായിട്ട് നേരിട്ട് സംസാരിച്ചിട്ടില്ല, കണ്ടിട്ടില്ല. ആരാണ് രാമാനുജാചാര്യരുടെ ദീക്ഷാഗുരു? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ശരി, അദ്ദേഹത്തിൻ്റെ പേര് യമുനാചാര്യർ. ഒരു ചക്രവർത്തിയായിരുന്നു അദ്ദേഹം, രാജാവായിരുന്നു. അതൊരു വലിയ കഥയാണ്. അദ്ദേഹം എങ്ങനെ സന്യാസിയായി, ഗുരുവായി എന്നുള്ളതൊരു വലിയ കഥയാണ്. യമുനാചാര്യ. ഈ യമുനാചാര്യരെ പ്രഭുപാദർ പലവട്ടം നമ്മുടെ പുസ്തകങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട്. പ്രഭുപാദരുടെ വളരെ യമുനാചാര്യരുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കൊട്ടേഷനാണ് സന്ധ്യാവന്ദനം നമസ്തുഭ്യം. സന്ധ്യാവന്ദനമേ, ഇനി ഞാൻ നിന്നെ ഒന്നും ചെയ്യുന്നില്ല. പിതൃപൂജകളെ, ഇനി ഞാൻ നിങ്ങളെ ആചരിക്കുന്നില്ല. മതകർമ്മങ്ങൾ, മതാചാരങ്ങളെ, നിങ്ങളെ ഞാൻ ആചരിക്കുന്നില്ല. മുക്തിയെ നീ എനിക്ക് വേണ്ട. എനിക്ക് മുകുന്ദൻ്റെ പാതാരവിന്ദങ്ങൾ നിരന്തരം ധ്യാനിക്കാനുള്ളത് കൊണ്ട് എനിക്ക് വേറെ ഒന്നിനും സമയമില്ല. നിങ്ങളൊക്കെ വേണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ വരാം, വരണില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു വിട്ടു. ആരെ പറഞ്ഞു വിട്ടു? മോക്ഷത്തിനെ പറഞ്ഞു വിട്ടു. യമുനാചാര്യർ സാധകം ചെയ്യുമ്പോൾ, സാധന അനുഷ്ഠിക്കുമ്പോൾ മോക്ഷം വന്ന് വാതിലിൽ നിൽക്കാണ്. ഞാൻ വൈകുണ്ഠത്തിൽ കൊണ്ടുപോവാം. യമുനാചാര്യ പറഞ്ഞു, ഇപ്പം സമയമില്ല, പോയിട്ട് പിന്നെ വന്നു, എനിക്ക് ഒന്നും വേണ്ട. അദ്ദേഹത്തിൻ്റെ കഥ വളരെ വിശാലമായതും. എന്നാൽ ഇന്ന് നമ്മൾ അതല്ല നമ്മുടെ ചർച്ചാ വിഷയം. ആ യമുനാചാര്യരാണ് രാമാനുജാചാര്യരുടെ ദീക്ഷാഗുരു. ഒരുപാട് യമുനാചാര്യരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. യമുനാചാര്യരെടുത്ത് ചെന്നിട്ട് ദീക്ഷ സ്വീകരിക്കണം എന്ന് രാമാനുജാചാര്യർക്ക് ആഗ്രഹമുണ്ട്. രംഗനാഥസ്വാമി ഭഗവാൻ യമുനാചാര്യരുടെ സ്വപ്നത്തിൽ ചെന്ന് ശ്രീരംഗത്തിലിരുന്ന് ഇങ്ങനെ ഒരാൾ വരും, ദീക്ഷ കൊടുക്കണം എന്ന് ഭഗവാൻ ഉപദേശിച്ചു. അത്രയ്ക്ക് ഉയർന്ന ആളാണ്.
നമ്മുടെ ഗുരുക്കന്മാരുടെ അടുത്തൊക്കെ ഭഗവാൻ പറഞ്ഞത് തിരുവനന്തപുരത്ത് നിന്ന് 4 പേരും ദയവേത് കൊടുക്കരുത് എന്നാണ്. എല്ലാം അതുങ്ങൾ നശിപ്പിച്ച് തരും. പക്ഷേ രാമാനുജാചാര്യരുടെ കാര്യം രംഗനാഥസ്വാമി യമുനാചാര്യരുടെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ദീക്ഷ കൊടുക്കണം. അപ്പം യമുനാചാര്യരും കാത്തിരിക്കുക, രാമാനുജാചാര്യരും കാത്തിരിക്കുന്നു ദീക്ഷ എടുക്കാനായി. പക്ഷേ അവിടെ ചെല്ലാനോ അന്നത്തെ സൗകര്യമില്ല. അന്നൊക്കെ നടന്നൊക്കെയാ യാത്ര. ഒരു ക്ഷേത്രത്തിൽ പോകണം, കാഞ്ചീപുരത്തിൽ പോയി ദർശനം എടുക്കണം എന്ന് വിചാരിച്ചാൽ അത് മാസക്കണക്കിലുള്ള പദ്ധതികളാണ്. ചിലപ്പോൾ 2 ആഴ്ച 3 ആഴ്ച എടുക്കും ഒരു സ്ഥലത്ത് നിന്ന് ഇനിയൊരു സ്ഥലത്തേക്ക് പോകാൻ. അവിടെ ചെന്നാൽ തിരുപ്പതി പോകണമെങ്കിൽ 1 മാസം എടുക്കും. പിന്നെ അവിടെ പോയി 5-6 മാസം താമസിച്ച് ഇങ്ങനെയാണ് ദർശനം. നമ്മളിന്ന് അങ്ങനെയില്ല. ഇന്ന് രാവിലെ കയറുന്നു, വൈകുന്നേരം എത്തുന്നു, ദർശനം കഴിഞ്ഞു, അടുത്ത ദിവസം തിരിച്ചു വരുന്നു. എവിടെ പോയി? എന്ത് ചെയ്തു? ഒന്നും അറിയില്ല. മാസക്കണക്കിൽ. അപ്പോൾ അന്നത്തെ യാത്രാ സൗകര്യങ്ങളും പല കാര്യങ്ങളുണ്ടായിരുന്നത് കൊണ്ട് രാമാനുജാചാര്യർ യമുനാചാര്യരെ കാണാൻ, ഇവരെ തമ്മിൽ നേരിട്ട് കണ്ടുമുട്ടാനോ സംസാരിക്കാനോ ഉള്ള സൗകര്യമില്ലായിരുന്നു. അങ്ങനെയാണ് ഒരു ദിവസം രാമാനുജാചാര്യർ അറിയുന്നത് യമുനാചാര്യർ വളരെ ആരോഗ്യമെല്ലാം ക്ഷയിച്ച് തൻ്റെ ജീവിത അവസാനമായിരിക്കുകയാണ്. അത് കേട്ടപ്പോൾ രാമാനുജാചാര്യർക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അദ്ദേഹം യുവാവാണ്, 10-20 വയസ്സുള്ള ഒരു യുവാവാണ്. ഓടി യമുനാചാര്യർ തൻ്റെ ഗുരുവിനെ കാണാനായിട്ട് ഓടി. ഇതുവരെ നേരിട്ട് ഒരു ദിവസം പോലും കണ്ടിട്ടില്ല, ഇവരുടെ തമ്മിൽ സംഭാഷണങ്ങൾ ഉണ്ടായിട്ടില്ല. അങ്ങനെ രാമാനുജാചാര്യർ ഓടി യമുനാചാര്യരെ കാണാനെത്തിയപ്പോൾ യമുനാചാര്യരുടെ ജീവൻ പോയിരുന്നു, അദ്ദേഹം ഇല്ലായിരുന്നു. അവിടെ യമുനാചാര്യരുടെ ശരീരം മാത്രം കിടത്തിവെച്ച് മറ്റ് ശിഷ്യഗണങ്ങളെല്ലാം ഗുരുവിൻ്റെ അവസാനത്തെ ചടങ്ങുകളും കർമ്മവും ചെയ്യാൻ തയ്യാറായിരിക്കുന്നു. രാമാനുജാചാര്യർ അവിടെ ചെന്ന് തലയിലടിച്ച് നിലവിളിച്ച് കരഞ്ഞു. ഞാൻ എന്ത് ഭാഗ്യഹീനനാണ്, പാപിയ, എനിക്ക് ഗുരുവിനെ കിട്ടിയിട്ട് പോലും നേരിട്ട് ഒന്ന് കണ്ട് ദർശനമെടുത്ത് ദീക്ഷ സ്വീകരിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് അദ്ദേഹം സ്വയം കുറ്റപ്പെടുത്തി. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളെ കൂട്ടത്തിലുള്ള ഭക്തജനങ്ങളെല്ലാം സൗഭാഗ്യം ചെയ്തവരാണ്. കാരണം പലർക്കും സദ്ഗുരുവിനെ കിട്ടിയിട്ടുണ്ട്, ദീക്ഷ കിട്ടിയിട്ടുണ്ട്, ഹരിനാമ ദീക്ഷ കിട്ടിയിട്ടുണ്ട്, മന്ത്രദീക്ഷ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ യമുനാചാര്യരെ ചെന്ന് രാമാനുജാചാര്യർ കണ്ടപ്പോൾ യമുനാചാര്യർ കിടക്കുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇങ്ങനെ 3 വിരൽ ഇങ്ങനെ തുറന്നിരിക്കുന്നു. 2 വിരൽ മടങ്ങി 3 വിരൽ ഇങ്ങനെ തുറന്ന് കിടക്കുന്നു. ഒരു കൈ ഇങ്ങനെ ക്ലോസ് ആയിരിക്കുന്നു. അപ്പോൾ ഇദ്ദേഹം അവിടെ നിന്നിട്ട് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഗുരുവിനെ പൂർണ്ണമായി ധ്യാനിച്ചുകൊണ്ട് അദ്ദേഹം 3 ശപഥമെടുക്കും. ഞാൻ ശ്രീവൈഷ്ണവ സമ്പ്രദായം എല്ലാ സ്ഥലത്തും പ്രചരിപ്പിക്കും, ഞാൻ ശ്രീവൈഷ്ണവ ഗ്രന്ഥങ്ങൾക്ക് വ്യാഖ്യാനം നൽകും എന്ന് അദ്ദേഹം ഓരോ ശപഥമെടുക്കുമ്പോഴും ഇതിൽ ഓരോ വിരൽ ഇങ്ങനെ മടങ്ങി. ആ ബോഡിയിൽ യമുനാചാര്യരുടെ ശരീരത്തിൽ 3 വിരലുകൾ 3 ശപഥമെടുത്തപ്പോൾ 3 വിരലും അങ്ങ് മടങ്ങി. ലോകമേ കണ്ട് അതിശയിച്ചു. പ്രാണൻ പോയതിന് ശേഷവും ദീക്ഷയും ഗുരു ശിഷ്യ ബന്ധം തുടരുകയാണ്, ദീക്ഷ നടക്കുകയാണ്. യമുനാചാര്യരുടെ പ്രാണൻ പോയി, അവിടെ ശരീരം മാത്രമേ ഉള്ളൂ. എന്നിട്ട് ആ ശരീരം രാമാനുജാചാര്യർക്ക് എന്ത് കൊടുക്കുന്നു? ദീക്ഷ കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ ഗുരുവിനെ ലഭിക്കുന്നത് മഹാഭാഗ്യം. അങ്ങനെ അദ്ദേഹം ശപഥമെടുത്തു. അപ്പോൾ വിരലുകൾ ഓരോന്നായിട്ട് മടങ്ങി. അങ്ങനെ രാമാനുജാചാര്യർക്ക് ദീക്ഷ കിട്ടി. അപ്പം ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയത് രാമാനുജാചാര്യർക്ക് ഒരു ദീക്ഷാഗുരുവും 5 ശിക്ഷാഗുരുക്കന്മാരാണ്. ദീക്ഷാഗുരുവും ശിക്ഷാഗുരുവും തമ്മിൽ വ്യത്യാസമില്ല. ദീക്ഷാഗുരു ദീക്ഷ കൊടുത്ത് ആ ആത്മാവിനെ ഭഗവാന്റെ അടുത്ത് കൊണ്ടുപോകുന്നു. ശിക്ഷാഗുരുക്കന്മാർ
ശിക്ഷകൾ കൊടുത്ത്, അറിവ് കൊടുത്ത് അദ്ദേഹത്തിനെ തയ്യാറാക്കി ദീക്ഷാഗുരുവിലേക്ക് കൊളുത്ത് ഒരു കണക്ഷൻ ഉണ്ടാക്കി കൊടുക്കുന്നു. ഇതെങ്ങനെയെന്ന് വെച്ചാൽ, ഒരു ഫുട്ബോൾ കളിയിൽ കുറേ പേര് പന്ത് പാസ് ചെയ്ത് ഒരു സ്ട്രൈക്കറുടെ കയ്യിൽ കൊടുക്കും. സ്ട്രൈക്കർ ഒരു ചവിട്ട് അതിനെ ഗോളിലാക്കും. പക്ഷേ സ്ട്രൈക്കർ ഒറ്റയ്ക്ക് ഗോൾ അടിക്കാൻ പറ്റുമോ? ഇവരെല്ലാം പന്ത് പാസ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല. ഇവരെല്ലാം ആ പന്തിനെ വളരെ സുരക്ഷിതമായിട്ട് സ്ട്രൈക്കറുടെ കയ്യിൽ കൊടുത്താൽ സ്ട്രൈക്കർ അതിനെ ഗോൾ ചെയ്യും. ദീക്ഷാഗുരു എന്ന് പറയുമ്പോൾ സ്ട്രൈക്കറിനെ പോലെയാണ്. നമ്മളെ അവസാനം പിടിച്ച് തൂക്കി അങ്ങ് വൈകുണ്ഠത്തിലേക്ക്, ഗോലോകത്തിലേക്ക്, മോക്ഷത്തിലേക്ക് അയക്കുക. പക്ഷേ ശിക്ഷാഗുരുക്കന്മാർ തയ്യാറാക്കി ഇയാളെ കുളിപ്പിച്ച് പല്ല് തേച്ച് റെഡിയാക്കി അവിടെ വരെ എത്തിക്കണം. ഇതൊരു ടീം വർക്കാണ്. ചില സാഹചര്യത്തിൽ ദീക്ഷാഗുരുവിന് പ്രാധാന്യം കൂടുതലായിരിക്കും. ചില സാഹചര്യങ്ങളിൽ ശിക്ഷാഗുരുക്കന്മാർക്ക് പ്രാധാന്യം കൂടുതലായിരിക്കും. ഇതൊക്കെ പറയുന്നത് നമ്മുടെ അവസ്ഥ വെച്ച് കമ്പയർ ചെയ്യരുത്. കാരണം നമുക്കുള്ള ശിക്ഷാഗുരു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ തൊട്ടടുത്തുള്ള ആളാണ്. എന്നെക്കാൾ അരമാല് കുറച്ച് എക്സ്ട്രാ അത്രയേ ഉള്ളൂ. ഞാൻ പറയുന്നത് പരിശുദ്ധ നിലവാരത്തിലുള്ള ഗുരുക്കന്മാർ. വാച്ചോ വേഗം, മനസ്സ ക്രോധവേഗം, ജിഹ്വാ വേഗം, ഉദരോ ഉപസ്ഥ വേഗാൻ, ഏതാൻ വേഗാൻ. ഈ 6 ത്വരകളും നിയന്ത്രിച്ച ഒരാൾക്ക് മാത്രമേ പൃഥ്വിം ച ശിഷ്യാത് ഗുരുവാവാനുള്ള യോഗ്യതയുള്ളൂ. ഏത് 6 നിയന്ത്രിച്ച ഒരാൾ? വാച്ചോ വേഗം, വാക്കിനെ നിയന്ത്രിച്ചിരിക്കണം. പറയുന്നതൊക്കെ ആലോചിച്ച് വളരെ നിയന്ത്രണത്തോട് ഭഗവാന് പ്രീതിപ്പെടുന്ന വാക്കുകൾ സംസാരിച്ചിരിക്കണം. മനസ്സ ക്രോധവേഗം, മനസ്സിനെയും ദേഷ്യത്തിനെയും നിയന്ത്രിച്ചിരിക്കണം. ദേഷ്യത്തിന് നിയന്ത്രിച്ചവരാണോ നമ്മൾ? ഉദരവേഗം, കഴിക്കുന്നത് കൺട്രോൾ ചെയ്തിരിക്കണം. ആണോ? ഉപസ്ഥവേഗം എന്ന് പറഞ്ഞാൽ കാമം, അതിനെ നിയന്ത്രിച്ചിരിക്കണം. ഏതാൻ വേഗാൻ യോ വിഷഹേത ധീര. ഈ 6നെയും നിയന്ത്രിച്ച ഒരു ധീരന് മാത്രമേ പൃഥ്വിം ച ശിഷ്യാത്. ഈ ലോകത്തിൽ ആരെ സ്വീകരിക്കാൻ പറ്റുള്ളൂ? ശിഷ്യ. അങ്ങനത്തെ ആൾക്കാരെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്നത്. അപ്പോൾ രാമാനുജാചാര്യർ യമുനാചാര്യരെ കണ്ടത് യമുനാചാര്യരുടെ ശരീരത്തിലിരുന്ന് പ്രാണൻ പോയതിന് ശേഷം ചെന്ന് കാണുകയും അവിടെ ദീക്ഷ സ്വീകരിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് 5 പ്രധാന ശിക്ഷാഗുരുക്കന്മാർ. അതിൽ 1-2 പേരെക്കുറിച്ച് നമുക്കിപ്പോൾ ചർച്ച ചെയ്യാം. ഒന്ന് മഹാപൂർണ, ഇനിയൊന്ന് ഗോഷ്ഠിപൂർണ, പിന്നെ ശൈലപൂർണ, കാഞ്ചിപൂർണ. ഇങ്ങനെ 5 പേരാണ്. ജ്ഞാനപൂർണ എന്ന 5 പേര്. മഹാപൂർണ, ഗോഷ്ഠിപൂർണ, ശൈലപൂർണ, കാഞ്ചിപൂർണ, ജ്ഞാനപൂർണ. ചിലപ്പോൾ പേരൊക്കെ നമുക്ക് ഓർമ്മയിലുണ്ടാവില്ല, മറന്നുപോകും, കുഴപ്പമില്ല. ഇവർ 5 പേരാണ്. അതിൽ ഒരാൾ, ആദ്യത്തെ ശിക്ഷാഗുരുവിനെ നോക്കാം, മഹാപൂർണ. ഇവർക്കെല്ലാവർക്കും ഒരു തമിഴ് നാമവും ഉണ്ട്. യമുനാചാര്യരുടെ തമിഴ് പേര് ആളവന്താൻ എന്നാണ്. മഹാപൂർണയുടെ തമിഴ് പേര് പെരിയ നമ്പി എന്നാണ്. മഹാപൂർണ ഇദ്ദേഹം രാമാനുജാചാര്യരെക്കാളും എത്രയോ പ്രായത്തിൽ മുതിർന്ന ഒരാളാണ്. അപ്പോൾ രാമാനുജാചാര്യർ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ശിക്ഷയ്ക്ക് വന്നപ്പോൾ, വിദ്യയ്ക്ക് വേണ്ടി വന്നപ്പോൾ, ശിഷ്യൻ എന്ന് കണ്ടില്ല, ഭഗവാൻ എനിക്ക് സേവയ്ക്കായി അയച്ചു തന്ന ഒരാൾ, അങ്ങനെയാണ് അദ്ദേഹം കണ്ടത്. ഇത് ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറുടെ ജീവിതത്തിലും ബാധകം, അല്ലെങ്കിൽ അദ്ദേഹം പരിശീലിച്ചതാണ്. ആര് ദീക്ഷയെടുക്കാൻ പോയാലും ഭക്തി സിദ്ധാന്ത സരസ്വതി അദ്ദേഹത്തിനെ നമസ്കരിച്ചിട്ട് ദാസോസ്മി എന്ന് പറയും. ഞാൻ അങ്ങയുടെ ദാസന. എന്തുകൊണ്ടാണ്? അങ്ങ് ഒരു പുഷ്പമാണ്, ഭഗവാൻ എൻ്റെ കയ്യിൽ തന്നിരിക്കുക.
ഈ പുഷ്പത്തിനെ വളരെയധികം കാത്തു സൂക്ഷിച്ച് ഇതിനെ ഭഗവാന്റെ തൃപ്പാദത്തിൽ ഞാൻ കൊണ്ടുപോയി എത്തിക്കണം. ആ ചുമതല എൻ്റെതാണ്, അല്ലാതെ ഞാൻ ഗുരു അങ്ങ് ശിഷ്യനല്ല എന്ന് തിരിച്ച് അങ്ങോട്ട് നമസ്കരിക്കും. പരമപൂജ്യ രാധാനാഥ് സ്വാമി മഹാരാജ് പറഞ്ഞു, ഓരോ ഗൃഹസ്ഥനും ഓരോ പ്രചാരകനും അങ്ങനെ വേണം ചിന്തിക്കാൻ. എൻ്റെ കുടുംബം അല്ലെങ്കിൽ ഞാൻ പ്രചരിപ്പിക്കുന്ന ശിഷ്യഗണങ്ങൾ, അനുയായികൾ, ഇവരെല്ലാം എൻ്റെ കുടുംബാംഗങ്ങൾ എല്ലാവരും ഭഗവാൻ എൻ്റെ കയ്യിൽ തന്ന പുഷ്പങ്ങളാണ്. ഇതിന് ഈ ചെടിക്ക് വെള്ളം ഒഴിച്ച് അതേ ശുശ്രൂഷിച്ച് അതൊക്കെ നോക്കി ഈ പൂക്കളെ അവസാനം കൊണ്ടുപോയി ഭഗവാന്റെ തൃപ്പാദത്തിൽ എത്തിക്കേണ്ട ചുമതല എൻ്റെതാണ്. അങ്ങനെയാണ് മഹാപൂർണ ചിന്തിച്ചത്. പിന്നെ എന്ത് സംഭവിച്ചു? ഒരു ആശ്രമത്തിൽ ഒരുപാട് കാലം രാമാനുജാചാര്യരും മഹാപൂർണയും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു തവണ ചോളരാജാവ് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് ആ കാലഘട്ടത്ത് ശിവഭക്തരും വിഷ്ണുഭക്തരും തമ്മിൽ വഴക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഭ്രാന്ത് പിടിച്ച രാജാവ് എന്ത് ചെയ്തു? വിഷ്ണു ഭക്തരെയെല്ലാം കൊല്ലണം എന്ന് പറഞ്ഞപ്പോൾ മഹാപൂർണ എന്ത് ചെയ്തു? രാമാനുജാചാര്യർ അവിടെ നിന്ന് എന്താ ചെയ്ത്? കുറച്ചു കാലം മറഞ്ഞ് ഒളിച്ചിരിക്കാം. കാരണം ഈ രാജാവിന് ഭ്രാന്ത് പിടിച്ചിരിക്കുക. വിഷ്ണു ഭക്തർ വൈഷ്ണവരെ എല്ലാം പിടിച്ച് കൊന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ പിടിച്ചിട്ട് പറയും, ഇന്ന് മുതൽ നിങ്ങൾ ശിവനെ പൂജിക്കണം, ഇല്ലെന്ന് പറഞ്ഞാൽ കൊന്നുകളയും. അത്രയ്ക്കും ഭ്രാന്ത് പിടിച്ച ഒരാളാണ്. അപ്പോൾ ആ കാലഘട്ടത്ത് രാമാനുജാചാര്യർ കുറച്ചു കാലം ഒളിച്ചിരുന്നു. അപ്പോൾ രാജാവിൻ്റെ ആൾക്കാർ ആശ്രമത്തിൽ പിടിക്കാൻ വന്ന സമയത്ത് ഈ മഹാപൂർണ എന്ത് ചെയ്തു? രാമാനുജാചാര്യരെ പോലെ, രാമാനുജാചാര്യരുടെ ശിഷ്യനായ കൂരത്താഴ്വ ഇവരെയൊക്കെ പോലെ വേഷം ഇട്ടങ്ങിയിരുന്നു. രാജാവിൻ്റെ ആൾക്കാർ ഈ മഹാപൂർണനെ പിടിച്ചുകൊണ്ട് പോയി, വയസ്സായ ആളാണ്, പിടിച്ചുകൊണ്ട് പോയിട്ട് തെറ്റിദ്ധരിച്ച് എന്ത് ചെയ്തു? ഇരുമ്പ് തീയിൽ വെച്ച് പഴുപ്പിച്ച് മഹാപൂർണൻ്റെ കണ്ണ് രണ്ടും കുത്തി പൊട്ടിച്ചു. കൂടെ ഇനിയൊരു ഭക്തനും ഉണ്ടായിരുന്നു, കൂരത്താഴ്വാർ എന്നൊരു ഭക്തനും ഉണ്ടായിരുന്നു. അതായത് നോക്കിക്കോളും, ശിഷ്യനെ സംരക്ഷിക്കാൻ വേണ്ടി മഹാപൂർണ ഗുരു വേഷം മാറി ചെന്ന് കണ്ണ് രണ്ടും കുത്തി പൊട്ടിച്ചു. പിന്നെ അദ്ദേഹത്തിന് ആ വേദന സഹിക്കാൻ പറ്റാതെ 2-3 ദിവസത്തിൽ അദ്ദേഹം വേദനയിൽ തന്നെ ജീവൻ വിടിഞ്ഞു. ഇത് രാമാനുജാചാര്യർ അറിഞ്ഞപ്പോൾ ശരീരമെല്ലാം നടുങ്ങി, കണ്ണിലിരുന്ന് ധാരധാരയായി വെള്ളം ചൊരിഞ്ഞിട്ട്, എന്നെ സംരക്ഷിക്കാൻ വേണ്ടി എൻ്റെ ഗുരു ഇത്രയും വലിയ ത്യാഗം ചെയ്തല്ലോ. ഇത് വളരെ സത്യമായ ഒരു കാര്യം. ഗുരു എന്ന വാക്കിൻ്റെ അർത്ഥം ഭാരം എന്നാണ്, വെയ്റ്റ്. ലഘു ഗുരു, ലഘു എന്ന് വെച്ചാൽ ലൈറ്റ്, ഗുരു എന്ന് വെച്ചാൽ വെയ്റ്റ്, ഹെവി. എന്തിനാണ് അദ്ദേഹത്തിന് ഗുരു എന്ന പേര് കിട്ടുന്നത് എന്ന് വെച്ചാൽ, ഒരു തവണ ആ ശിഷ്യൻ ചെന്ന് ഗുരുവിൻ്റെ മുമ്പേ ശരണം പ്രാപിക്കുമ്പോൾ നിമിഷം ആ ഗുരു ആ ശിഷ്യൻ്റെ ജന്മജന്മാന്തരം കോടാനുകോടി ജന്മങ്ങളുടെ പാപത്തിനെ ഏറ്റെടുത്ത് ഞാൻ അതിനെ കത്തിച്ച് കളഞ്ഞ് നിന്നെ രക്ഷിക്കാം എന്ന് വെച്ചാൽ, എൻ്റെ കയ്യിൽ എനിക്ക് ഒരു 10 കോടി രൂപയുടെ കടമുണ്ട്. നമ്മളെ കണ്ട ഉടനെ ആരെങ്കിലും വന്ന് പറയോ, നിൻ്റെ കടമെല്ലാം ഞാൻ അടച്ച് തീർത്തോളാം, നീ സന്തോഷത്തോട് ഇന്ന് മുതൽ ജീവിച്ചോ എന്ന് ആരെങ്കിലും പറയോ? പ്രഭുവിന് കടമുണ്ടോ? എത്ര? ഹൗസ് ലോണുണ്ട് എല്ലാവർക്കും. ഇവർക്ക് കടത്തോട് കടം, എല്ലാവർക്കും കടമുണ്ട്. ആരെങ്കിലും ആ കട ഏറ്റെടുക്കോ ഈ ലോകത്ത്? കുറച്ച് സഹായിക്കുകയൊക്കെ ചെയ്യും. ഇപ്പോൾ ഗുരു എന്ന വാക്കിൻ്റെ അർത്ഥം, ആ ശിഷ്യൻ ചെന്ന് ശരണം പ്രാപിക്കുമ്പോൾ ജന്മജന്മങ്ങളായി ചെയ്തു കൂട്ടിയ പാപം കുന്നോളമുണ്ട്. അതിനെ ഗുരു എന്ത് ചെയ്യുന്നു? മുഴുവൻ ഇങ്ങോട്ട് ഇന്ന് മുതൽ നീ നാമം ജപിച്ച് പുതിയതായിട്ട് ഒന്നും ചെയ്യല്ലേ എന്ന് സത്യപ്രതിജ്ഞ എടുത്ത് അവനെ കുളിപ്പിച്ച് കഴുകി അയക്കുന്ന ദിവസമാണ് ദീക്ഷ എന്ന് പറയുന്നത്. ആ ഒരു സഹായത്തിനും തിരിച്ച് നമുക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റുകയില്ല.
അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഗുരു എന്ന വാക്ക്. ഈ ഗുരു ഈ പാപം ഏറ്റെടുക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും കിട്ടോ? എന്തെങ്കിലും ലാഭം കിട്ടോ? ഒന്നുമില്ല. അത് കാരണം അദ്ദേഹത്തിന് അസുഖങ്ങളെ ഉണ്ടാവുകയുള്ളൂ, അദ്ദേഹത്തിന് അത് കാരണം പ്രയാസങ്ങളെ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ എന്നിരുന്നാലും ശിഷ്യൻ്റെ അടുത്തുള്ള അഹൈതുകമായ കാരുണ്യം കൊണ്ട് ആ ഭാരത്തിനെ തൻ്റെ തോളിൽ ഏറ്റെടുക്കുന്ന ആ വാക്കിനെയാണ് എന്തെന്ന് പറയാം? ഗുരു. അങ്ങനെ മഹാപൂർണ്ണ രാമാനുജാചാര്യരുടെ അടുത്തുള്ള സ്നേഹം കാരണം തൻ്റെ 2 കണ്ണുകളും ത്യാഗം ചെയ്ത് ജീവനും ഒടുക്കി. ഇത് ഒരു ശിക്ഷാഗുരു, മഹാപൂർണ്ണയുടെ ഒരു ശിക്ഷാഗുരു. രണ്ടാമത്തെ ശിക്ഷാഗുരുവിൻ്റെ പേര് ഗോഷ്ഠിപൂർണ. സെക്കൻഡ് ശിക്ഷാഗുരു ഗോഷ്ഠിപൂർണ. അപ്പോൾ മഹാപൂർണ പറഞ്ഞു രാമാനുജാചാര്യരുടെ അടുത്ത്, നീ ഇദ്ദേഹത്തിനെ ചെന്ന് കണ്ടിട്ട് വേണം മന്ത്രം സ്വീകരിക്കാൻ. അത് ഏത് മന്ത്രമാണ്? ഓം നമോ നാരായണായ എന്ന മന്ത്രം സ്വീകരിക്കാൻ. ആ രണ്ടാമത്തെ ശിക്ഷാഗുരു. എല്ലാം ഓർമ്മയുണ്ടോ? മറന്നുപോയോ? രാമാനുജാചാര്യർക്ക് എത്ര ദീക്ഷാഗുരു? 1. പേര് യമുനാചാര്യ. ശിക്ഷാഗുരുക്കന്മാരെത്ര? 5. ആദ്യം ഒരാളെക്കുറിച്ച് സംസാരിച്ചു. ആരാ? മഹാപൂർണ. ഇപ്പം ആരെയാണ്? സെക്കൻഡ്, ഗോഷ്ഠിപൂർണ. കോഷ്ടിയൂർ എന്ന ഒരു സ്ഥലം, തിരുക്കോഷ്ടിയൂർ, ആ സ്ഥലത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ തമിഴ് പേര് തിരുക്കച്ചി പൂർണ്ണ, തിരുക്കച്ചി നമ്പി, ഗോഷ്ഠിപൂർണ. പേരൊക്കെ ചിലപ്പോൾ ഓർമ്മയിലുണ്ടാവില്ല. ഇദ്ദേഹം ശ്രീരംഗത്തിലിരുന്ന് ഏകദേശം 60-70 കിലോമീറ്റർ അകലെയാണ് ഈ ഗ്രാമം. നടന്ന് രാമാനുജാചാര്യർ പോകും, ദീക്ഷ ചോദിക്കും. ആ നമ്പി, ആ ഗുരു പറയും, ഞാൻ ഭഗവാന്റെ അടുത്ത് ചോദിച്ച് അനുവാദം വാങ്ങിച്ചിട്ട് തരാം, നീ നാളെ വാ, മറ്റന്നാൾ വാ. ഈ 60 കിലോമീറ്റർ നടന്ന് പോയിട്ട് വരുന്നത് എളുപ്പമുള്ള കാര്യമാണ്. 18 പ്രാവശ്യം നടത്തിച്ചു. എത്രയോ വർഷങ്ങൾ. നാളെ തരാം ദീക്ഷ, അടുത്ത മാസം വാ, ഇന്ന് സമയം ശരിയായില്ല, ഞാൻ ഭഗവാന്റെ അടുത്ത് ചോദിക്കട്ടെ, അനുവാദം കിട്ടുമെന്ന് നോക്കട്ടെ, ഞാൻ എൻ്റെ ഗുരുക്കന്മാരുടെ അടുത്ത് ചോദിക്കട്ടെ, നിനക്ക് ഇപ്പോഴും യോഗ്യതയായിട്ടില്ല എന്ന് പറഞ്ഞ് 18 വട്ടം നടത്തിച്ചു രാമാനുജാചാര്യർ. പക്ഷേ രാമാനുജാചാര്യർ ഒരു തവണ പോലും ക്ഷീണിക്കാതെ, വിഷമം ഇതാക്കാതെ, മുഖം മറിച്ച് പറയാതെ സന്തോഷത്തോടുകൂടെ, നമ്മളും വർഷാവർഷം കുറേ ഭക്തർക്ക് ദീക്ഷ കൊടുക്കാറുണ്ട്. അത് ദീക്ഷ കൊടുക്കാറെന്ന് വെച്ചാൽ ദീക്ഷ അതിൻ്റെ വേണ്ടതൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യാറുണ്ട്. ഇത് നമുക്ക് എല്ലാ കൊല്ലമുള്ള അനുഭവമാണ്. പ്രഭു, നിങ്ങൾക്ക് ദീക്ഷ ഈ വർഷം ഇല്ല, അതിൻ്റെ യോഗ്യത ആയിട്ടില്ല, നിങ്ങൾ 16 മാല തികച്ച് ജപിക്കുന്നില്ല, ഉള്ളി വെളുത്തുള്ളി ചായ കാപ്പി മദ്യപാനം ഉപേക്ഷിച്ചിട്ടില്ല. ഓ, നിങ്ങൾ തന്നില്ലെങ്കിൽ വേണ്ട, ഇതൊക്കെ കിട്ടാത്തതാണ്, ഇനി ഒരിക്കലും നിങ്ങളടുത്ത് ചോദിച്ചിട്ട് വരില്ല, ഞങ്ങൾക്ക് വേറെ സ്ഥലത്ത് കിട്ടും എന്ന് പറഞ്ഞിട്ട് പിണങ്ങിയിട്ട് പോകും. വർഷത്തിൽ 2 പിണങ്ങിയിട്ട് പോകും. അത് ശരിയാണോ? ഇല്ല. രാമാനുജാചാര്യർ 18 വട്ടം നടന്ന് അവസാനം ഗോഷ്ഠിപൂർണ പറഞ്ഞു, ശരി നാളെ വാ, തരാം. വരുമ്പോൾ നീ എന്ത് ചെയ്യണം? നിൻ്റെ സന്യാസദണ്ഡവും പവിത്രമാലയും, ഈ ഉത്സവങ്ങളിലൊക്കെ പട്ടുനൂല് കൊണ്ടൊരു മാല ഉണ്ടാക്കൂലേ, പവിത്രം എന്ന് വെച്ചാൽ അത് ധരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശുദ്ധനാണ്. എങ്ങനെയാണ് പൂജയ്ക്ക് മുമ്പേ ആചമനം ചെയ്യുന്നത്, അതിന് തുല്യമാണ് ഈ പവിത്രമാല. ഉത്സവ സമയങ്ങളിൽ ദേഹം അശുദ്ധിയായാലും ശുദ്ധമായി എന്ന് കരുതാൻ വേണ്ടിയിട്ടാണ് ആ പവിത്രമാല ധരിക്കുന്നത്. രാമാനുജാചാര്യ കയ്യിൽ സന്യാസദണ്ഡവും നിൻ്റെ പവിത്രമാലയും എടുത്തുകൊണ്ട് വാ, നാളെ നിനക്ക് മന്ത്രോപദേശം ചെയ്യാമെന്ന് പറഞ്ഞു. രാമാനുജാചാര്യർ കൃത്യം അടുത്ത ദിവസം 19ാമത്തെ തവണ അവിടെ എത്തി. കൂടെ 2 പേരെയും കൂടെ വിളിച്ചുകൊണ്ട് വന്നു. ഗോഷ്ഠിപൂർണ ചോദിച്ചു, നീ എന്തിനാ ഇവർ 2 പേരെ, നിന്നെ മാത്രമല്ലേ വരാൻ പറഞ്ഞത്? അപ്പോൾ പറഞ്ഞു, ഇത് എൻ്റെ സന്യാസദണ്ഡവും ഇത് എൻ്റെ പവിത്രമാലയാണെന്ന് 2 പേരെ കൊണ്ടുവന്നു. ഗോഷ്ഠിപൂർണ പറഞ്ഞു, അതൊന്നും പറ്റില്ല, നിനക്ക് മാത്രമേ ഉപദേശം തരുള്ളൂ, എന്നാൽ ഈ മന്ത്രം നീ വേറെ ഒരു കോഴിക്കുഞ്ഞിന് പറഞ്ഞു കൊടുക്കാൻ പാടില്ല.
ശരിയെന്ന് പറഞ്ഞ് ഇരുന്ന് മന്ത്ര ഉപദേശം, ഓം നമോ നാരായണായ എന്ന മന്ത്രം. പെറ്റ തായിനും ആയിന ചെയ്യും നലം തരും സൊല്ലൈ നാൻ കണ്ടുകൊണ്ടേൻ നാരായണാവെനും നാമം. സ്വന്തം അമ്മയുടെ സ്നേഹം പോലും നമുക്ക് ദോഷമായി മാറും. പക്ഷേ ഭഗവാന്റെ നാമം ഒരിക്കലും ദോഷമായി മാറില്ല. അത്രയും അമൂല്യമായ നാരായണ മന്ത്രം കിട്ടിയതിന് ശേഷം രാമാനുജാചാര്യർ എന്ത് ചെയ്തു? അമ്പലത്തിൽ കയറി ഗോപുരത്തിൻ്റെ തലയ്ക്ക് അങ്ങ് ഉച്ചിയിൽ ആ ശിഖരത്തിൽ കയറി ഉറക്കം നാട്ടുകാരെ വിളിച്ചു. നാട്ടുകാരെല്ലാവരും ഓടി വായോ, എല്ലാ എണ്ണത്തിനെയും വിളിച്ച് മോക്ഷത്തിൻ്റെ രഹസ്യം ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് ഓം നമോ ആ മന്ത്രം നാട്ടുകാർക്ക് മൊത്തം കൊടുത്തു. ഗുരു എന്താ പറഞ്ഞത്? ആർക്കും കൊടുക്കരുത്, രഹസ്യമാണ്. ഗോഷ്ഠിപൂർണ്ണ ചോദിച്ചു, ആർക്കും പറഞ്ഞു കൊടുക്കരുതെന്നല്ലേ പറഞ്ഞു, നീ എന്തിനാ നാട് മൊത്തം ഉപദേശിച്ചത്? ആ തെറ്റ് ചെയ്തതിൻ്റെ എന്ത് പാപം വേണമെങ്കിലും ഞാൻ സ്വീകരിക്കാൻ തയ്യാർ, പക്ഷെ ഈ മന്ത്രം ജപിച്ച് നാട്ടുകാരെല്ലാം അങ്ങ് രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞു. അതാണ് രണ്ടാമത്തെ ഗോഷ്ഠിപൂർണ്ണ, രണ്ടാമത്തെ ഗുരുവിൻ്റെ അടുത്തുള്ള ഒരു ബന്ധം. മൂന്നാമത്തെ ഗുരു ശൈലപൂർണ്ണ. അദ്ദേഹം തിരുപ്പതിയിൽ ശ്രീനിവാസ ഭഗവാന്റെ പൂജാരിയായിരുന്നു മൂന്നാമത്തെ ഗുരു. അപ്പോൾ അദ്ദേഹത്തിനെ കണ്ട് ശാസ്ത്രങ്ങൾ, ഗ്രന്ഥങ്ങളൊക്കെ പഠിക്കാനായിട്ട് രാമാനുജാചാര്യർ പോവാണ്. നേരെ തിരുപ്പതി വരെ എത്തി. അതായത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ മാസങ്ങൾ നടന്നിട്ടാണ് അവിടെ എത്തുന്നത്. അവിടെ എത്തിയപ്പോൾ ആരോ വന്ന് പറഞ്ഞു, ഈ തിരുപ്പതി മല ശാലഗ്രാമ ശിലയാണ്, ഇത് ഭഗവാൻ തന്നെയാണ് എന്ന് പറഞ്ഞപ്പോൾ രാമാനുജാചാര്യർ ആലോചിക്കുക, ഇപ്പം എങ്ങനെ മേലെ പോകും? മേലെ കയറണമെങ്കിൽ ചവിട്ടേണ്ടി വരുമില്ലേ, ഇത് ഭഗവാൻ തന്നെയല്ലേ എന്ന് പറഞ്ഞിട്ട് മുട്ടുകുത്തി അങ്ങോട്ട് മേലേക്ക് നടക്കാൻ തുടങ്ങി. തിരുപ്പതി, എത്ര പേര് തിരുപ്പതി പോയിട്ടുണ്ട്? എല്ലാവരും പോയി. കാറിലും ബസ്സിലും ആയിരിക്കും അല്ലേ? രാമാനുജാചാര്യർ എങ്ങനെയാണ് മല കയറിയത്? മുട്ടുകുത്തി മേലെ കയറാൻ തുടങ്ങി. അപ്പോൾ ആരോ മേലെ പറഞ്ഞു, ശൈലപൂർണ്ണ അദ്ദേഹത്തിൻ്റെ അടുത്ത്, രാമാനുജാചാര്യർ മുട്ടുകുത്തിയാ വരുന്നത്. അപ്പോൾ അത് കേട്ടപ്പോൾ എന്ത് വലിയ ത്യാഗം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ മൂന്നാമത്തെ ഗുരു മലയിലിരുന്ന് താഴോട്ട് ഓടി വന്നു. എങ്ങനെ ഓടി വന്നു? കയ്യിലും ശ്രീനിവാസൻ ബാലാജി, തിരുപ്പതി ബാലാജിയുടെ പ്രസാദവും ചരണാമൃതവും എടുത്തുകൊണ്ട് അദ്ദേഹം താഴോട്ട് ഓടി വന്നു തീർത്ഥം കൊടുക്കാൻ. അതായത് ശാസ്ത്രങ്ങളിൽ പറയുന്നു, ഭഗവാന്റെ അമ്പലത്തിൽ പോയാൽ നമ്മളെല്ലാവരും പ്രസാദം കഴിക്കൂലേ അല്ലേ? ചിലപ്പോൾ ആ പ്രസാദത്തിന് വേണ്ടി അടി ഉണ്ടാക്കാറില്ലേ? എനിക്ക് ഗുലാബ് ജാമുൻ പ്രസാദം കിട്ടിയില്ല, എനിക്ക് മറ്റേ പുലാവ് പ്രസാദം കിട്ടിയില്ല, അടി ഉണ്ടാക്കാറില്ലേ? പക്ഷേ ആ പ്രസാദത്തിനേക്കാളും ഒരു പടി ഉയർന്നത് ഏതാണ്? ചരണാമൃതം. അപ്പം ഫസ്റ്റ് നമ്മൾ എന്തെടുക്കണം? ചരണാമൃതം. വിഷ്ണുപാദോദഹം പീത്വാ പുനർജന്മനാ വിദ്യത്തെ. ഭഗവാനെ അഭിഷേകം ചെയ്ത ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഇനിയൊരു ജന്മം ഉണ്ടാവുകയില്ല. അപ്പം ശൈലപൂർണ്ണ ഈ ആചാര്യൻ എന്ത് ചെയ്തു? മേലെ ഇരുന്ന് ഇങ്ങനെ തീർത്ഥവും പിന്നെ പ്രസാദവും എടുത്ത് താഴോട്ട് ഓടി വരികയാണ്. അപ്പോൾ രാമാനുജാചാര്യർ ചോദിച്ചു, അങ്ങ് എന്തിനാ വന്നത്? അങ്ങ് ആരുടെയെങ്കിലും ഒരു ജൂനിയറായിട്ടുള്ള ഭക്തൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടാൽ പോരെ? സാധാരണ ഭക്തന്മാരുടെ കയ്യിൽ കൊടുത്തു വിട്ടാൽ പോരെ? പരമാചാര്യനായ അങ്ങ് എന്നെ കാണാൻ എന്തിനാ ഇത്ര ദൂരം താഴോട്ട് ഓടി വന്നത് എന്ന് ശൈലപൂർണ്ണയെടുത്ത് ചോദിച്ചപ്പോൾ ഒരു നിമിഷം പോലും ആലോചിക്കാതെ ശൈലപൂർണ്ണ പറഞ്ഞു, ഞാൻ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അന്വേഷിക്കായിരുന്നു, പക്ഷെ എന്നെക്കാൾ ജൂനിയർ ഒരാളെയും തിരുപ്പതിയിൽ കണ്ടില്ല. നമ്മളങ്ങനെയല്ല. നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ഒരു ധാരണയുണ്ട്, ഞാൻ സീനിയറാണ്. ഞാൻ ദീക്ഷയെടുത്ത് 15 കൊല്ലമായി, 12 കൊല്ലമായി. നാട്ടുകാർ മുഴുവൻ എന്നെ പ്രഭു മാതാജി എന്നാണ് വിളിക്കുന്നത്. അഹം എന്ന ഭാവം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഈ മഹാ ആചാര്യനായ ശൈലപൂർണ്ണ എന്ത് പറഞ്ഞു? ആലോചിച്ചൊന്നുമില്ല. രാമാനുജാചാര്യർ ചോദിച്ച അടുത്ത ക്ഷണം പറയാണ്, ഞാൻ ചുറ്റിയും അന്വേഷിക്കുമായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, പക്ഷെ എന്നെക്കാളും കുറഞ്ഞ ഒരു ഭക്തൻ തിരുപ്പതിയിലേ ഇല്ല. അങ്ങനെ
രാമാനുജാചാര്യാർ ആ ശൈലപൂർണനെ ശരണം പ്രാപിച്ച് ഗ്രന്ഥങ്ങളെല്ലാം അദ്ദേഹത്തിനെ സേവിച്ച് ഗ്രന്ഥങ്ങൾ വെച്ച് പഠിക്കുമായിരുന്നു. പിന്നെ ഇനിയൊരാൾ കാഞ്ചീപൂർണ, അദ്ദേഹത്തിൻ്റെ പേര് തിരുക്കച്ചി, അതായത് കാഞ്ചീപൂർണ. അദ്ദേഹം വരദരാജസ്വാമിയുടെ സേവകനാണ്. എന്നും വരദരാജസ്വാമിക്ക് ചാമരം വീശുന്ന ആളാണ്. ചാമരം വീശി വീശി വീശിയും അദ്ദേഹം ഭഗവാനോടൊരു വലിയ ബന്ധമുണ്ടായി. എന്ന് വെച്ചാൽ ഡെയിലി ഭഗവാന്റെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഒരു ദിവസം രാമാനുജാചാര്യാർ ചോദിച്ചു, കാഞ്ചീപൂർണ, അങ്ങ് ചെന്ന് ഭഗവാന്റെ അടുത്ത് ചോദിക്കൂ, എനിക്ക് എന്നാ മോക്ഷം, രാമാനുജന് എന്നാ മോക്ഷം കിട്ടുന്നേ? അപ്പം കാഞ്ചീപൂർണ ചെന്ന് ചോദിച്ചു. അന്ന് എന്നും കാഞ്ചീപൂർണ ഭഗവാന് ചാമരം വീശും. ചാമരം വീശുമ്പോൾ ഇവർ തമ്മിൽ ഇങ്ങനെ സംഭാഷണം തുടങ്ങും. ഭഗവാനും ഭക്തനും തമ്മിൽ പരദൂഷണമാണ്. ഭഗവാൻ ചോദിക്കും, ആ 4ാമത്തെ തെരുവിൽ 3ാമത്തെ വീട്ടിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? അപ്പോൾ കാഞ്ചീപൂർണ ഇതാണ് അതാണ്. ഇവർ തമ്മിൽ എന്നും സംഭാഷണമാണ്. അപ്പം കാഞ്ചീപൂർണ ഭഗവാനോട് സംസാരിക്കുന്നു എന്ന് അറിഞ്ഞ നാട്ടുകാർ എല്ലാവരും പറയും, ഇന്ന് സംസാരിക്കുമ്പോൾ ചോദിക്കണേ, എൻ്റെ മകളുടെ വിവാഹം എന്ന് നടന്നു കിട്ടും ചോദിക്കണം, എൻ്റെ അസുഖം എപ്പം മാറും, എനിക്കിത് എല്ലാവരും ചോദിക്കും. ഇദ്ദേഹം വന്ന് എല്ലാവരുടെ കാര്യം ഭഗവാന്റെ അടുത്ത് പറയും. ഭഗവാൻ പറയും, ഇങ്ങനെ ചെയ്താൽ ശരിയാവും, ഇപ്പം ശരിയാവും, ഇന്ന ഡേറ്റിൽ ശരിയാവും. ഇങ്ങനെ കാഞ്ചീപൂർണനും ഭഗവാനും സംസാരിക്കുന്നു എന്നുള്ള കാര്യം നാട് മുഴുവനും അറിഞ്ഞു. ഒരു ദിവസം രാമാനുജാചാര്യർ വന്ന് ചോദിച്ചു, എനിക്കെപ്പം മോക്ഷം കിട്ടും എന്ന് ചോദിക്കൂ. ഇത് കേട്ടപ്പോൾ കാഞ്ചീപൂർണൻ അങ്ങ് ഡിസ്റ്റർബ്ഡായി. ഈ പരമാചാര്യൻ വന്ന് ഇങ്ങനെ ചോദിച്ചാലോ എപ്പം മോക്ഷം കിട്ടുമെന്ന്? അപ്പം സാധാരണക്കാരുടെ കാര്യമൊക്കെ എന്താ? എന്നാലും ഇദ്ദേഹം ചെന്നു. വരദരാജസ്വാമി ഭഗവാൻ നോക്കി, എന്താ കാഞ്ചീപൂർണ, ഇന്ന് കുറച്ച് വിഷമത്തിലാണല്ലോ? പറഞ്ഞു, അതെ, എൻ്റെ തലയ്ക്കകത്ത് ഒരു ചോദ്യം എന്നെ വല്ലാതെ അലട്ടുകയാണ്. എന്താണ് പ്രശ്നം? വരുന്ന വഴിയിൽ ഞാൻ രാമാനുജാചാര്യരെ കണ്ടു. ഓ മഹാഭാഗ്യം, പരമാചാര്യനെ നീ കണ്ടല്ലോ, വലിയ ഭാഗ്യം. അല്ല, അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു. എന്താണ് ചോദ്യം? അദ്ദേഹത്തിന് എപ്പോൾ മോക്ഷം കിട്ടും എന്ന്. അപ്പോൾ വരദരാജസ്വാമി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ചെന്ന് പറഞ്ഞേക്ക്, തൻ്റെ ഗുരുവായ യമുനാചാര്യരുടെ നിർദ്ദേശങ്ങളെല്ലാം എന്ന് പൂർത്തീകരിക്കുന്നോ അന്ന് മോക്ഷം കിട്ടും എന്ന് പറഞ്ഞേക്ക്. ഈ ഉത്തരവും കൂടെ കിട്ടിയപ്പോൾ കാഞ്ചീപൂർണൻ കൂടുതൽ ഡിസ്റ്റർബായി. കാഞ്ചീപൂർണൻ അപ്പോൾ ഭഗവാൻ ചോദിച്ചു, ഇപ്പം എന്താ പ്രശ്നം? നീ വീണ്ടും നിന്നെ എന്തോ അലട്ടുന്നുണ്ടല്ലോ. അല്ല, അപ്പം അങ്ങനെയാണെങ്കിൽ എനിക്കെപ്പം മോക്ഷം കിട്ടും? കാഞ്ചീപൂർണൻ ചോദിച്ചു. ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കാഞ്ചീപൂർണ, നിനക്ക് മോക്ഷമേ കിട്ടില്ല. കാഞ്ചീപൂർണൻ ചോദിച്ചു, അതെന്താ? ഞാൻ അങ്ങ് 24 മണിക്കൂർ സേവിക്കുകയല്ലേ. നീ എനിക്ക് സേവനം അനുഷ്ഠിക്കുന്നുണ്ട്, നല്ല കാര്യം, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ നീ നിൻ്റെ ജീവിതത്തിൽ ഒരു വൈഷ്ണവനെ പോലും, ഒരു ഭക്തനെ പോലും സേവിച്ചിട്ടില്ല. അതുകൊണ്ട് നിനക്ക് മോക്ഷമില്ല. ഇത്രയും കേട്ട ആൾ ചാമര അവിടെ വെച്ചു സ്ഥലം വിട്ടു. ഭഗവാൻ ചോദിച്ചു, കാഞ്ചീപൂർണ, നീ എവിടെയാ പോണേ? ഞാൻ ഇനി ഭക്തരെ സേവിക്കാൻ പോണു എന്ന് പറഞ്ഞു. അതാണ് 4ാമത്തെ ഗുരു കാഞ്ചീപൂർണ. 5ാമത്തെ ഗുരു ശ്രീരംഗം ക്ഷേത്രത്തിൽ പാട്ട് പാടുന്ന ഒരു സാധാരണ അരയർ. ഇപ്പോഴും നിങ്ങൾ ശ്രീരംഗം ക്ഷേത്രത്തിൽ പോയാൽ രാത്രിയാകുമ്പോൾ വലിയ ടർബൺ തലപ്പാക്കെട്ടൊക്കെ കെട്ടി ഒരു 10-10:30 ഒരു 5-6 പേര് അമ്പലത്തിനകത്ത് കയറും. അവരെ കാണാൻ ഓരോന്നും വെളുത്ത് തുടുത്ത് ബൾബ് പോലെ ഇരിക്കും. ദേവലോകത്തിൽ നിന്ന് ഇറങ്ങി വന്ന പോലെ ചില ആൾക്കാരുണ്ടാകും. തലയിൽ ടർബണൊക്കെ കെട്ടി പട്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവർ ആ ഫ്രണ്ടിൽ ചെന്നിരുന്ന് ചിലരുടെ കയ്യിൽ വീണ, ചിലരുടെ കയ്യിൽ മദ്ദളം, മൃദംഗ ഇതൊക്കെ വെച്ച് കീർത്തനങ്ങൾ പാടും. അതിസുന്ദരമായി പാടി ഭഗവാനെ രാത്രി ഉറക്കും. അവരെ അരയർ എന്നാ പറയുക, പാട്ട് പാടുന്ന ആൾക്കാർ. കേരളത്തിൽ എല്ലാ ക്ഷേത്രത്തിലും നടയടയ്ക്കുമ്പോൾ രാത്രി ഒരാൾ മറ്റേ ഒരു സാധനമായിട്ട് വരും. ഈ ശിവൻ്റെ കയ്യിലുള്ളതിൻ്റെ വലുത് ഒന്നുണ്ടല്ലോ, ശിവൻ്റെ കയ്യിലുള്ളത് ഡമരു, അതിൻ്റെ ചേട്ടൻ ഒരു വലിയ സാധനം ഇടയ്ക്ക്, അതിൽ കുറേ സാധനമൊക്കെ ഇങ്ങനെ തൂങ്ങിയിരിക്കും. അതിനെ കൊണ്ടുവന്നിട്ട് എല്ലാ കേരള ക്ഷേത്രത്തിലും നടയുടെ അവിടെ അദ്ദേഹം ഇരുന്ന് ടങ് 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 എന്ന് പാട്ട് പാടും. ഭഗവാനെ ഉറക്കുന്നതാണ്. നിങ്ങളുടെ അമ്മയൊക്കെ പാട്ട് പാടിയാൽ നിങ്ങളെ ഉറക്കുക ഇല്ലേ? ചീത്ത പറഞ്ഞാൽ ഉറക്കുക.
അപ്പോൾ ഭഗവാനെ രാത്രി അവർ പാടി ഉറക്കും. അങ്ങനെ ശ്രീരംഗത്തിൽ പാടുന്നവരുടെ പേരാണ് അരയർ എന്ന്. ആ അരയറിൽ ഒരാളാണ് ജ്ഞാനപൂർണ്ണ. സാധാരണ ഒരു ഭക്തനാണ്, പക്ഷേ അദ്ദേഹം രാമാനുജാചാര്യരുടെ 5 ഗുരുക്കന്മാരിൽ ഒരാളാണ്. കാരണം യമുനാചാര്യർ പറഞ്ഞു, അദ്ദേഹം പറയുന്നത് പോലെ നിൻ്റെ ജീവിതം ആചരിച്ചോളണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ഈ പാട്ടുകാരൻ്റെ പുറകെ നടക്കും. രാമാനുജാചാര്യർ അദ്ദേഹത്തിൻ്റെ വായിലിരുന്ന് എന്തെങ്കിലും വീണു പോയാൽ പിന്നെ അതങ്ങനെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യും. ഒരു തവണ രാമാനുജാചാര്യർ ഗ്രന്ഥങ്ങളെല്ലാം എടുത്ത് കെട്ടി അദ്ദേഹം എന്താ പറയുക, വേദവും വേദാന്തവും വേദത്തിൻ്റെ അർത്ഥങ്ങളൊക്കെ പഠിക്കാനായിട്ട് ഒരു ദിശയിൽ കൂടെ യാത്ര ചെയ്യുന്നു. വഴിയിലായി പാട്ട് പാടുന്ന ജ്ഞാനപൂർണ്ണയെ കണ്ടത്. അദ്ദേഹം കണ്ണും അടച്ചിട്ട് ഇങ്ങനെ ഓരോ ക്ഷേത്രങ്ങളെക്കുറിച്ച് പാടിപ്പാടി വരുന്നു. രാമാനുജാചാര്യരുടെ മുന്നിൽ വന്നപ്പോൾ അദ്ദേഹം പെട്ടെന്ന് തിരുവനന്തപുരത്തിൽ അനന്തപത്മനാഭസ്വാമിയുടെ മഹിമയെക്കുറിച്ച് പാടാൻ തുടങ്ങി. രാമാനുജാചാര്യർ ഉടനെ പെട്ടിയൊക്കെ മടക്കി വെച്ചു. തൻ്റെ യാത്ര മുടക്കി നേരെ തിരുവനന്തപുരത്തേക്ക് അദ്ദേഹം വന്നു. അങ്ങനെ ജ്ഞാനപൂർണ്ണയുടെ വായിലിരുന്ന് എന്തെല്ലാം സ്തുതികളും മന്ത്രങ്ങളും വരുന്നോ അതനുസരിച്ച് രാമാനുജാചാര്യർ ജീവിതം നടത്തിക്കൊണ്ടു പോകുമായിരുന്നു. ഇങ്ങനെ രാമാനുജാചാര്യർക്ക് 5 പ്രധാന ശിക്ഷാഗുരുക്കന്മാരും ഒരു ദീക്ഷാഗുരു യമുനാചാര്യ. അപ്പം നമുക്കും ഇതുപോലെ മന്ത്രദീക്ഷ, ഹരിനാമ ദീക്ഷ കിട്ടുന്നത് എത്രയോ എത്രയോ ജന്മം ചെയ്ത സൗഭാഗ്യം കാരണം, പുണ്യം കാരണമാണ്. അപ്പോൾ ആ ഗുരുവിൻ്റെ നിർദ്ദേശത്തിനെ വളരെ കർശനമായി ജീവിതത്തിൽ പാലിക്കേണ്ടി വരും. അത് പാലിക്കുന്തോറും ഈ താമരപുഷ്പത്തിൻ്റെ എതളുകൾ തുറക്കുന്നത് പോലെയും തുറന്ന അവസാനം നമുക്കതിൽ ഫലം ലഭിക്കുന്നത് പോലെ. ഇപ്പം ചില സമയം ഭക്തരെല്ലാം ദീക്ഷ കിട്ടിയിട്ടും ആ ഗുരുവിൻ്റെ നിർദ്ദേശത്തിന് വേണ്ട പ്രാധാന്യം കൊടുക്കില്ല, നിസാരമായി കരുതും. അവർ ഭാഗ്യഹീനരാണ്, അവർക്ക് കിട്ടിയ ഭാഗ്യത്തിനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് ഭക്തർ എല്ലാവരും വളരെ ശ്രദ്ധയോട് ഗുരുവിൻ്റെ നിർദ്ദേശം പാലിക്കുക തന്നെ വേണം. ദീക്ഷയെടുക്കാത്തവർ ഈ തലത്തിലേക്ക് ഉയർന്ന് ഗുരുവിനെ സ്വീകരിക്കുകയും വേണം. ശ്രീല പ്രഭുപാദ് കീ. എന്തെങ്കിലും